ഇന്നത്തെ നമ്മുടെ ഈ ചർച്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചർച്ച തുടങ്ങുന്നതിന് മുൻപ് നിങ്ങൾ ഈ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ശരി, നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. ആരാണ് യഥാർത്ഥ സൂഫി? എന്താണ് തസവ്വുഫ്? ഇന്ന് സൂഫികളെ കൊണ്ട് തട്ടിത്തടഞ്ഞ് നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഒരു പുതപ്പെടുത്ത് തോളിലിട്ടാൽ അയാൾ സൂഫിയാണെന്നാണ് ജനങ്ങളുടെ ധാരണ. ആ പുതപ്പ് മതി സൂഫിയാകാനെന്നാണ് ഈ വരുന്ന ആളുടെയും ധാരണ. പക്ഷേ എന്താണ് തസവ്വുഫ് എന്ന് കൃത്യമായി പണ്ഡിതന്മാർ നിർവചിച്ചിട്ടുണ്ട്. ഭൗതികമായ എല്ലാ സുഖങ്ങളോടും അകന്നുനിന്ന് പൂർണ്ണമായും അള്ളാഹുവിൽ ലയിക്കുന്ന അവസ്ഥയാണ് തസവ്വുഫ് എന്ന് പറയുന്നത്. ഈ ഒരു അവസ്ഥ എപ്പോഴാണ് ഒരാൾക്ക് വരുന്നത്? മഹാനായ ഷെയ്ഖ് അഹ്മദ് സർഹിന്ദി അദ്ദേഹത്തിന്റെ മക്തൂബാത്ത് എന്ന ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട്, ഒരു സൂഫിയുടെ ജ്ഞാനം എന്ന് പറയുന്നത് അനുഭവമാണ്. ആ അനുഭവം ഉണ്ടാവണമെങ്കിൽ അയാൾക്ക് അമൽ ആവശ്യമാണ്. നല്ല അമലുള്ള ആളായിരിക്കണം. അമലിന് ഫിഖ് ആവശ്യമാണ്. ഫിഖ് എന്ന് പറഞ്ഞാൽ ശരീരത്തിലെ അഗാധമായ ജ്ഞാനമാണ്. ഈ ജ്ഞാനമുള്ള ഒരാൾ മാത്രമേ സൂഫിയാവുകയുള്ളൂ. ആ ജ്ഞാനം ഫിഖ് അനുസരിച്ച് അമൽ ചെയ്യാൻ ശ്രമിക്കുമ്പോഴാണ് ഒരാൾ സൂഫിയാകുന്നത് എന്ന് ഷെയ്ഖ് അഹ്മദ് സർഹിന്ദി അദ്ദേഹത്തിന്റെ മക്തൂബാത്തിൽ പറഞ്ഞതായി കാണാം. ഇതാണ് യഥാർത്ഥ സൂഫി എന്ന് പറയുന്നത്. അല്ലാതെ ഏതെങ്കിലും ഗവൺമെന്റിന്റെ ഫണ്ട് കിട്ടാനോ നാട്ടുകാരുടെ ഫണ്ട് പോക്കറ്റിലാക്കാനോ വേണ്ടി കോലം കെട്ടി ഇറങ്ങുന്നവനല്ല സൂഫി. സൂഫി എന്ന് പറഞ്ഞാൽ അഗാധമായ ജ്ഞാനിയാണ്. അയാൾ ആ ജ്ഞാനം കൊണ്ട് അമൽ ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് അയാൾ തസവ്വുഫിലേക്ക് മാറുന്നത്. ഇത് യഥാർത്ഥത്തിൽ മനസ്സിലാക്കാൻ സാധാരണക്കാരായ ആളുകൾക്ക് സാധ്യമല്ലെങ്കിലും പണ്ഡിതന്മാർക്ക് ഇത് തിരിച്ചറിയാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ കള്ള സൂഫികളെ തിരിച്ചറിയാൻ ഏറ്റവും കൂടുതൽ സാധിക്കുക പണ്ഡിതന്മാർക്കാണ്. അതുകൊണ്ടാണ് ഇത്തരം കള്ള സൂഫികളിൽ കള്ള തസവ്വുഫിൽ അകപ്പെട്ടു പോകരുത് എന്ന് പറഞ്ഞിട്ടുള്ളത്. എന്നാൽ തസവ്വുഫ് എന്നത് സത്യമല്ലെന്നും അങ്ങനെ ഒരു സംഭവം ഇല്ലെന്നും വാദിക്കുന്ന ഒരു വിഭാഗവുമുണ്ട്. അവരാണ് വഹാബി പ്രസ്ഥാനങ്ങളെ പോലെയുള്ള പുത്തൻവാദികൾ. അതും ശരിയല്ല. അതിനെ അവർ തെളിവായി ധരിക്കൽ മഹാനായ ഇമാം ഷാഫി റളിയല്ലാഹുവിന്റെ ഒരു വാക്കാണ്. ഷാഫി റളിയല്ലാഹു പറഞ്ഞു, ഒരാൾ രാവിലെ സൂഫിയായാൽ ലുഹറാകുമ്പോഴേക്ക് അയാൾ വിഡ്ഢിയാകും എന്നുള്ള ആ വാക്ക്. യഥാർത്ഥത്തിൽ മഹാനായ ഇമാം ഷാഫി റളിയല്ലാഹു പറഞ്ഞത് എന്താണെന്ന് ഈ പടുവിഡ്ഢികൾക്ക് മനസ്സിലായിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഷാഫി ഇമാം പറഞ്ഞത്, യഥാർത്ഥത്തിൽ ഒരാൾ തസവ്വുഫിന്റെ യഥാർത്ഥ മേഖലകളിലേക്ക് എത്താതെ അയാൾ സൂഫിയാകാൻ ശ്രമിച്ചാൽ, അയാൾ സൂഫി ചമഞ്ഞാൽ അയാൾ വിഡ്ഢിയാണ് എന്നതാണ്. ഇങ്ങനെ വ്യാഖ്യാനിച്ച പണ്ഡിതന്മാരുണ്ട്. അതല്ല, മറ്റൊരു തലത്തിൽ അതിനെ വ്യാഖ്യാനിച്ച പണ്ഡിതന്മാരുണ്ട്. അതായത് യഥാർത്ഥ സൂഫികളെ കാണുമ്പോൾ സാധാരണക്കാരായ ആളുകൾക്ക് അയാൾ വിഡ്ഢിയാണെന്ന് തോന്നും. യഥാർത്ഥത്തിൽ വിഡ്ഢി ഈ സൂഫിയെ മനസ്സിലാക്കാൻ കഴിയാത്ത ആളാണ് എന്നും അതിനെ വ്യാഖ്യാനിച്ച പണ്ഡിതന്മാരുണ്ട്. അതുകൊണ്ടാണ് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുള്ളത്, ഹുബ്ബിബ ഇലയ്യ മിൻ ദുനിയാകും സലാസ്. 3 കാര്യങ്ങൾ ഈ ദുനിയാവിൽ നിന്ന് എനിക്ക് ഇഷ്ടമാണ്. അതിൽ മൂന്നാമതായി മഹാനായ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറഞ്ഞത്, മഹാന്മാരായ തസവ്വുഫിന്റെ മശായിഖന്മാരെ പിന്തുടരുക എന്നതാണ്. അത്തരം മശായിഖന്മാരെ തിരിച്ചറിയാനുള്ള ഏക മാർഗം അദ്ദേഹത്തിന് ഇൽമുണ്ടാവുകയും അറിവുണ്ടാവുകയും ശരീഅത്തിന്റെ നിയമങ്ങൾ പാലിച്ച് ആ നിയമങ്ങൾക്കനുസരിച്ച് അമൽ ചെയ്യുകയും ചെയ്യുന്ന ആളുകളായിരിക്കും യഥാർത്ഥ സൂഫി എന്ന് പറയുന്നത്. അല്ലാത്ത കള്ള സൂഫികളെ തിരിച്ചറിയാൻ നമ്മൾ എപ്പോഴും ജാഗ്രത കാണിക്കേണ്ടതും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എന്താ വിശേഷം? സുഖല്ലേ? നമുക്കൊരു പ്രസംഗം കേൾക്കാം കേട്ടോ. പേരോട് ഉസ്താദിന്റെ ഒരു ചെറിയ പ്രസംഗത്തിന്റെ ഭാഗവും അതിനുശേഷം റോട്ടൂരികളെ ഇത് രണ്ടും കൂടി ഇങ്ങനെ കലർത്തിയിട്ട് രണ്ടും 2 വൈക്കാണെന്ന് പറഞ്ഞിട്ട് പേരോട് ഉസ്താദിന്റെ അതേ പ്രസംഗം തന്നെ പ്രചരിപ്പിക്കുന്നുണ്ട്. രണ്ടും നമുക്കൊന്ന് കേൾക്കാം ഇൻഷാ അല്ലാഹ്. ഉയർത്തണം അല്ലാ. ഹയാത്തിലുള്ളവരുണ്ട് റബ്ബേ. ഹമീദാജിയും അമ്പലപ്പുഴ പാലത്തിന്റെ അടിയിൽ ഇരിക്കുന്നവരും ഷൗഖ് മുസ്ലിയാരും മൊയ്തുക്കയും തുടങ്ങി കാവനൂർ സാദിഖ് മുസ്ലിയാര് തുടങ്ങി അങ്ങനെ പലരുമുണ്ട് റബ്ബേ. പാറ മുസ്ലിയാര് തുടങ്ങി പലരുമുണ്ട് റബ്ബേ. ദീർഘായുസ് നൽകണം അല്ലാ, ദീർഘായുസ് നൽകണം അല്ലാ. പിന്നെ ഇപ്പം അടുത്ത് ഞാനൊരു ദ്വാ കേട്ടു. ഒരാൾ അള്ളാഹിനോട് ദ്വാരക്കാണ്. അപ്പം അള്ളാഹ്ക്ക് പറഞ്ഞു കൊടുക്കാണ് ആരൊക്കെയാണ് ജീവിച്ചിരിക്കുന്ന ഔലിയാക്കൾ എന്ന് പറഞ്ഞു കൊടുക്കാൻ. ഒരു തങ്ങളുട്ടീൻ്റെ ദ്വായാണ്. അയാൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കണം, അള്ളാഹ്ക്ക് ആരല്ല ജീവിച്ചിരിക്കുന്ന ഔലിയാക്കൾ, അള്ളാഹുവെ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഔലിയാക്കളായ അങ്ങനെ പറഞ്ഞ് കുറേ ആളെ പേര് പറയുന്നുണ്ട്. അതിൽ ഒന്ന് എന്നാണ് പാലത്തിൻ്റെ തോടെ ഇരിക്കുന്ന ഒരാൾ. പിന്നെ അള്ളാഹിനോട് പറഞ്ഞു കൊടുക്കുകയാണ്. പിന്നെ ഇന്ന ആള്, മറ്റേ വേറെന്താ ഒരു സാദിഖ്, വേറൊരു അമീദ്, കുറെ ആളെ പേര് അള്ളാഹ്ക്ക് പറഞ്ഞു കൊടുക്കും. ദ്വാന്റെ ഇടക്ക് പറഞ്ഞു കൊടുക്കണം, അള്ളാഹ്ക്ക് ആരല്ല ജീവിച്ചിരിക്കുന്ന ഔലിയാക്കള്. അള്ളാഹിനോടായി ദ്വാരക്കുന്നത് അതിലിടക്കായി ഇത് പറഞ്ഞു കൊടുക്കുന്നത്, ആരല്ല ജീവിച്ചിരിക്കുന്ന ഔലിയാക്കളായ ഇന്ന ആളുകളെയും. എന്താണ് ഈ സാധുവിനറിയോ ആരാ വലിയ, എന്താ വലിയ, എന്തോ തിരിഞ്ഞിട്ടാണോ? അപ്പൊ ഇങ്ങനെ കുറേ ആളുകള് ഒരു വിവരവും ഇല്ലാതെ ഇങ്ങനെ എന്തെല്ലോ ധരിച്ച് നടക്കുന്നുണ്ട്. അതിൽ ചിലപ്പോ നമ്മളെ ചില മൂല്യന്മാരും കുറച്ച് വിവരമുള്ളവര് എന്നെയും ചിലപ്പോ എന്ത് ചെയ്യും. കേട്ടല്ലോ, ആദ്യത്തെ പ്രസംഗത്തിലൊരു ദുആയുടെ ഭാഗമായിട്ട്
അള്ളാഹുവെ ജീവിച്ചിരിക്കുന്ന ഔലിയാക്കളുണ്ട് എന്നിട്ട് കുറെ ആളുകളുടെ പേരൊക്കെ എണ്ണി പറയുന്നുണ്ട്. അതെന്തോയിക്കോട്ടെ, അങ്ങനെ പറഞ്ഞ് അതാണ് പേരോട് ഉസ്താദ് ആ വിഷയത്തെയാണ് ചോദ്യം ചെയ്യുന്നത്. രണ്ടാമത്തെ പ്രസംഗം, ഇനി മറ്റൊന്ന് പ്രസംഗം കേൾക്കാം. പേരോട് ഉസ്താദിന്റെ പ്രസംഗത്തിനോട് യോജിപ്പിച്ച് വേറെ പ്രസംഗം മൊയ്നുദ്ദീൻ സഖാഫി ഉസ്താദിന്റെ പ്രസംഗമുണ്ട്, അതൊന്ന് കേട്ടോ നമുക്ക്. അഭിവന്ദരായ സുൽത്താനുൽ ഉലമ, അഭിവന്ദരായ റഈസുൽ ഉലമ, അഭിവന്ദരായ കോട്ടൂർ ഉസ്താദ്, 40ഓളം വരുന്ന ഔലിയാക്കൾ സ്ഥാനത്ത് നിൽക്കുന്ന മഹാരഥന്മാരായ നമ്മുടെ മുഴുവൻ പണ്ഡിതന്മാരും 40ഓളം വരുന്ന. നേരത്തെ കേട്ട അതേ പ്രസംഗം ഈ പ്രസംഗത്തിനോട് യോജിപ്പിക്കുകയാണ്. അപ്പൊ ആരോ പറഞ്ഞു ആദ്യം നിർദ്ദേശം കിട്ടിയത് ആ ദുആയും ആ പ്രസംഗവും ഒന്നിപ്പിച്ചു വിടാനാണ്. ഇപ്പൊ നിർദ്ദേശം കിട്ടിയിരിക്കുന്നത് ഇതാണ്, ഉന്നത ഹദറത്തിൽ നിന്ന്. ഉന്നത ഹദറത്ത് ഏതാന്നൊക്കെ ഇപ്പൊ നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇതിലെന്താണ് പറയുന്നത്, അവതരിപ്പിക്കുന്നത് രണ്ട് വൈക്കാണ്. നമുക്ക് നോക്കാം. മൊയ്നുദ്ദീൻ സഖാഫി ഉസ്താദ്, പേരോട് ഉസ്താദ് പറഞ്ഞത് നമ്മൾ മനസ്സിലായല്ലോ, പച്ച മലയാളത്തിൽ തന്നെ രണ്ടുപേരും പറയുന്നത്. മൊയ്നുദ്ദീൻ സഖാഫി ഉസ്താദ് പണ്ടൊരു കൊട്ടു കൊടുത്തതിന്റെ പിന്നെ വിങ്ങലിപ്പോഴും ഇവർക്ക് മാറിയിട്ടില്ല എന്ന് ഉറപ്പാണ്. അപ്പൊ എവിടെയാണൊന്ന് മൂപ്പരൊന്ന് കൊണ്ടുവരാ എന്ന് ആലോചിച്ച് ഇങ്ങനെ നടക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു ക്ലിപ്പ് കിട്ടിയത്. സത്യത്തിൽ ഇപ്പോ ഒരുവട്ടൊരു സുബോധം നഷ്ടപ്പെട്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. മാനന്തവാടി ഫൈസി പറഞ്ഞ മാതിരി എന്തോ തീയുമ്പോക്കി ഉണ്ടായിക്കണോന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. എന്താണ് ക്ലിപ്പ് ഇറക്കണം, അപ്പൊ അതിനെന്താണോ കിട്ടാന്ന് നോക്കിയിരിക്കുക. എങ്ങനെ മറുപടി പറയാം, എങ്ങനെ പ്രതിരോധിക്കുക എന്ന് സുന്നത്ത് ജമാഅത്തിന്റെ ആലിമീങ്ങളെ പ്രതിരോധിക്കുക എന്ന് നോക്കി ഇങ്ങനെ നടക്കുമ്പോൾ കിട്ടണതൊക്കെ ക്ലിപ്പാക്കിയതിനെ കൂട്ടിയാണ്. അതാണ് സംഭവിക്കുന്നത്. അങ്ങനെ വിട്ട കൂട്ടത്തിലാണ് മൊയ്നുദ്ദീൻ സഖാഫി ഉസ്താദിന്റെ ഈ പ്രസംഗം ഇവരുടെ കയ്യിൽ തടഞ്ഞത്. ഇവരുടെ പിന്നെ കൊല്ലിക്ക് പിടിച്ചിട്ട് പറഞ്ഞൊരു പ്രസംഗമായിരുന്നു. മൊയ്നുദ്ദീൻ സഖാഫി നല്ല മട്ടം പോലെ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളുടെ മഹാന്മാരായ ആലിമീങ്ങൾ ഔലിയ, അതിന് സമാനമായ മഹാന്മാരായ ഔലിയ ആലിമീങ്ങൾ എന്നാണ് പറയുന്നത്. അത് എന്തല്ല പടച്ചവനോട് നടത്ത പേരോട് ഉസ്താദ് ഗണ്ണിച്ച വിഷയവും ഇതുമായിട്ടൊരു ബന്ധമില്ല. പേരോട് ഉസ്താദ് ഗണ്ണിച്ചത് മറ്റൊരു വിഷയത്തെ കുറിച്ചാണ് പറഞ്ഞു വെച്ചത്. ഇവിടെ പറയുന്നത് എന്താണ്, ഇപ്പോൾ ഇവിടെ ജീവിച്ചിരിക്കുന്ന ആലിമീങ്ങള് അവരുടെ ഒരു പിന്നെ അവരുടെ പറ്റിയിട്ടൊരു വസ്ഫാണ് മൊയ്നുദ്ദീൻ സഖാഫി ഉസ്താദ് പറയുന്നത്. അപ്പൊ ഇത് രണ്ടും ഒന്നാണെന്ന് മനസ്സിലാക്കിയിട്ട്, എന്നർത്ഥം പറഞ്ഞ ദുആയിൽ പറഞ്ഞതും ഇതും ഒന്നാണ് എന്ന് മനസ്സിലാക്കിയിട്ട് ചാടി വീണ് പുറപ്പെട്ടതാണ്. എന്തെങ്കിലുമൊക്കെ കിട്ടുമ്പോൾ ക്ലിപ്പാക്കണം എന്നേ ഇവർ ആലോചിക്കുന്നുള്ളൂ. അതുപോലെ കുറെ വിഷയങ്ങൾ ഇൻഷാ അല്ലാഹ് ഇപ്പൊ ഇത്ര മതി. അസ്സലാമു അലൈക്കും. എന്റെ പ്രിയ കൂട്ടുകാരൻ, സുന്നത്ത് ജമാഅത്തിന്റെ കാര്യങ്ങളിൽ അൽഹംദുലില്ലാഹ് സജീവമായി അവിടുത്തെ സമയങ്ങൾ ദീനിന് വേണ്ടി ചെലവഴിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട് മുഅ്മിനാത്തുകളോട് ഓർമ്മപ്പെടുത്തുന്നു, നമ്മളാൽ കഴിയുന്ന ഒരു ചെറിയ സഹായം അക്കൗണ്ടിലേക്ക് നിങ്ങൾ എത്തിച്ചു കൊടുക്കണം. നിങ്ങൾ നൽകുന്ന സ്വാലിഹായ സ്വതക്ക അള്ളാഹു നാളെ ദുനിയാവിലും ആഖിറത്തിലും വലിയ ഫലമുള്ള സ്വതക്കയായി അള്ളാഹു കബൂൽ ചെയ്യട്ടെ.